കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. ഓരോ മാസവും 1600 രൂപ വീതമാണ് സർക്കാർ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും വിതരണം ചെയ്യുന്നത്. ഒരു മാസം ഈ തുക വിതരണം ചെയ്യുന്നതിനായി 900 കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടിവരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടരെ കടമെടുത്താണ് സർക്കാർ സമീപകാലത്തായി ഈ തുക വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഈ തുക അനർഹമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൈപ്പറ്റുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തെത്തിയത്. പെൻഷൻ തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായതോടെ തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇതുവരെയുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനവകുപ്പിൽ നിന്ന് തേടിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കൂറ്റൻ വീടുകളും വില കൂടിയ കാറുകളുമൊക്കെ ഉള്ളവർ ഈ പെൻഷൻ തുക അനർഹമായി കൈപ്പറ്റുന്നുണ്ട്. ഇത്തരത്തിൽ അനർഹരെ ഈ ലിസ്റ്റിൽ തിരികെ കയറ്റിയത് ആരാണെന്ന അന്വേഷണവും പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ നിരവധി ആളുകൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണിത്. ജീവിതം വഴിമുട്ടിയവർക്ക് മാസം 1600 രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ നിന്ന് പതിനായിരങ്ങളും ലക്ഷങ്ങളുമൊക്കെ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ട് വാരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള 1458 പേരാണ് അനധികൃതമായി മാസം തോറും ഈ 1600 രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനർഹമായി 1458 പേർക്ക് മാസം തോറും ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഒരു മാസം പൊതു ഖജനാവിൽ നിന്ന് പോകുന്നത് 23 ലക്ഷം രൂപയോളമാണ്. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലേക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലേക്കും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് തട്ടിപ്പ് പിടിക്കാനിടയാക്കിയത്. അധികം വൈകാതെ തന്നെ ഇത്തരത്തിൽ അനർഹമായ ആനുകൂല്യം വാങ്ങിയവരെയും അനർഹമായി ഇവരെ ലിസ്റ്റിൽ പെടുത്തിയവരെയും സർക്കാർ പൂട്ടുന്നതായിരിക്കും. അതോടൊപ്പം ഇനി ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ പുതുതായി ചേരാൻ പോകുന്നവർക്ക് കൃത്യമായ അന്വേഷണവും മറ്റും നടത്തിയതിനു ശേഷം മാത്രമേ ഇവരെ പദ്ധതിയിൽ ചേർക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കൂ. മാത്രമല്ല, ഇനി ക്ഷേമ പെൻഷനിൽ കൂടുതൽ കർശന നടപടികളും പരിശോധനകളുമൊക്കെ നടത്തിയ ശേഷമായിരിക്കും തുക ലഭിക്കുക എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പരിശോധനകളും അന്വേഷണവും എല്ലാം പൂർത്തിയാകുമ്പോൾ ആരൊക്കെ പദ്ധതിയിൽ നിന്ന് ഇനിയും പുറത്താകുമെന്ന് കണ്ടറിയണം.